ബഹുമാനായ അധ്യക്ഷൻ ആരിഫ് അലി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിത് ആശംസ നേരേണ്ട ആളല്ല, പകരം ആശങ്ക പ്രകടിപ്പിക്കേണ്ട ആളാണ്. ഈ ആശംസകളൊക്കെ നേർന്ന വ്യക്തികൾ പ്രകടിപ്പിച്ച പ്രതീക്ഷകളും പ്രത്യാശകളും അത് ഓരോന്ന് കേൾക്കുമ്പോഴും സത്യം പറഞ്ഞാൽ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ഇതുവരെ ഉണ്ടായ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന എല്ലാ ചാനലുകളെയും തോൽപ്പിക്കുന്ന വ്യത്യസ്തമായ ഒരു ചാനൽ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാർ തന്നെയാണല്ലോ ഇത് നടത്തേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണിക്കുന്നത് മറ്റൊന്നല്ല, ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. 1980-കളിൽ ലോകത്ത് മിക്കവാറും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന 53 കുത്തകളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഒരു കണക്കിൽ കണ്ടു. ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്ക് അത് 20 ചുരുങ്ങി, വീണ്ടും അത് 15 ചുരുങ്ങി. അപ്പോൾ മാധ്യമങ്ങളുടെ രംഗത്ത് കുത്തകവൽക്കരണം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ലക്ഷം കോടികളുടെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്, മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്, അണ്ണായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ആ ആയുധങ്ങളെക്കാളെല്ലാം മൂർച്ചയേറിയ ആയുധം വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ മീഡിയയാണ്. മനുഷ്യനെ എത്ര വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും വഴിതെറ്റിക്കാനും കൊണ്ടുപോകാനും മീഡിയയ്ക്ക് കഴിയുമെന്ന് നമുക്കറിയാമല്ലോ. അതേ അവസരത്തിൽ ബഹുജനാഭിപ്രായം നന്മക്കും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അനുകൂലമാക്കി തീർക്കാനും മീഡിയ വിചാരിച്ചാൽ കഴിയും. അതിന് ഏറ്റവും വലിയ തടസ്സമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ശ്രീ തോമസ് ഐസക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യം, അതായത് മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം. കുത്തകവൽക്കരണം എന്ന് പറയുമ്പോൾ സർക്കാരുകളല്ല, സർക്കാരുകളെപ്പോലും ഈ കുത്തകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയെ അവരെ ഗവൺമെൻറ്റുകൾ പോലും ഭയപ്പെടുകയും ജനാധിപത്യ സ്വഭാവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ പോലും യഥാർത്ഥത്തിൽ നിന്ന് കുത്തകളെ ഭയപ്പെടുകയാണ്. അവരാണ് എല്ലാറ്റിനും നിയന്ത്രിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊച്ചു കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന ഈ മീഡിയ വണ്ണും തുടങ്ങിക്കഴിഞ്ഞ മാധ്യമവും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെയുള്ള അനേകായിരങ്ങളുടെ സഹകരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആശംസ കൊണ്ടും വേറിട്ട് ഒരു പാത സ്വീകരിക്കുകയാണ്. അത് തീർച്ചയായും സാഹസികതയുടെ പാത. ഒരു ബദൽ മാധ്യമമാണ്. മുഖ്യധാരാ മാധ്യമമാകാൻ ഒരിക്കലും ഇത് കഴിയില്ല. കഴിഞ്ഞ 25 വർഷം കൊണ്ട് മാധ്യമത്തിന് അത് കഴിഞ്ഞിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടുമില്ല. വരാൻ പോകുന്ന മീഡിയ വണ്ണും അങ്ങനെ തന്നെ ആയിരിക്കും. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വേർപെട്ട് ഒരു ബദൽ മാധ്യമമായി തീരാൻ അത് വിചാരിക്കുന്നു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു വിഭാഗം ആളുകൾ അതിന് നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാര സ്വരത്തോടുകൂടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, എന്നാൽ അതിൻ്റെ ശരികളോടൊപ്പം നിന്ന ഒരു വിഭാഗം എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അവരുടെ സൗമനസ്യവും അവരുടെ സദ്വിചാരവും പ്രാർത്ഥനകളും സഹകരണവുമാണ് മീഡിയ വണ്ണും പ്രതീക്ഷിക്കുന്നത്, അതിന് പ്രചോദനം നൽകുന്നത്. തീർച്ചയായും നിങ്ങളാണ് അതിൻ്റെ ശക്തി. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് അനുസൃതമായി അതിനോട് നീതി ചെയ്യുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് പ്രാന്തവൽകൃത ജനസമൂഹങ്ങളുടെ ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ കടയാൻ വിധിക്കപ്പെട്ട ജനകോടികളുടെ ന്യായമായ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ നമുക്ക് സമാന്തര മീഡിയയുടെ ആവശ്യമുണ്ട്. സമാന്തര മീഡിയയ്ക്ക് മാത്രമേ അത് കഴിയൂ എന്നതാണ് അവസ്ഥ. മറ്റുള്ള മീഡിയ വിചാരിച്ചാൽ പോലും അത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമാന്തര മീഡിയ എത്രത്തോളം ശക്തമാവുന്നുവോ അത്രത്തോളമാണ് മനുസമൂഹത്തിൻ്റെ മോചനത്തിൻ്റെ പാത തെളിയുന്നത്. തീർച്ചയായും ഇന്ത്യയിൽ സമഗ്രാധിപത്യത്തിനെതിരായി
ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, ഭീകരതയ്ക്കെതിരായി, തീവ്രവാദത്തിനെതിരായി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന, സർവോപരി എല്ലാ മനുഷ്യർക്കും സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ലക്ഷ്യമാക്കിയുള്ള മീഡിയ വണ്ണിൻ്റെയും നേരത്തെ ആരംഭിച്ച മാധ്യമത്തിനുമെല്ലാം പ്രയാണത്തിൽ ഭാവിയിലും നിങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും അർപ്പിക്കേണ്ട യഥാർത്ഥത്തിൽ ഇതിൻ്റെ വായനക്കാർക്കാണ്. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും സംഭവിച്ചുവെങ്കിലും 25 വർഷക്കാലം മാധ്യമത്തോടൊപ്പം നിന്ന ഇതിൻ്റെ വായനക്കാരാണ് യഥാർത്ഥത്തിൽ അഭിനന്ദനം അറിയിക്കുന്നത്. മാധ്യമത്തിന് വേണ്ടിയും മീഡിയ വണ്ണിനു വേണ്ടിയും അക്കാര്യമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. 1/4 നൂറ്റാണ്ട് പൂർത്തിയാവുന്ന മാധ്യമം മൊത്തത്തിലെന്ന പോലെ ഇനി തുടങ്ങാനിരിക്കുന്ന മീഡിയ വണ്ണിനും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദയവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.